ഞാൻ മെന്റർഷിപ്പ് എടുക്കുന്ന സമയത്ത് ഞാൻ പറയുന്ന ഒരു ചെറിയ കാര്യം എന്ന് പറയുന്നത്, എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം ഇതാണ്: നിങ്ങളൊരു കാര്യം പഠിച്ചു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരാൾക്ക് അത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. ഓക്കെ, അതായത് നാളെ ഇപ്പൊ ഇതിനകത്ത് ഇപ്പൊ ക്ലാസ് അറ്റൻഡ് ആണെങ്കിലും പ്രതിഭയാണെങ്കിലും മൻഷിഫാണെങ്കിലും ജന്യാണെങ്കിലും ഞാൻ പെട്ടെന്ന് കാണുന്ന ആൾക്കാരെ വിളിക്കുന്നതാണ്. നിങ്ങളൊക്കെ എന്ത് ചെയ്യണം? നാളെ മുതൽ ഈ ക്ലാസ് എടുക്കാൻ റെഡി ആയിരിക്കണം. ആ രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, ഇപ്പൊ എന്ത് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാലും എനിക്കതിന് ഉത്തരം പറയാൻ സാധിക്കണം. ഇതിന് നമ്മൾ എങ്ങനെയാണ് പ്രാക്ടീസ് എന്നുള്ളതാണ്. നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് റൂംമേറ്റ്സ് ഉണ്ടാവും, സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളായിരിക്കും. ഓക്കെ, അങ്ങനെ ഇല്ലാത്തൊരു സാഹചര്യം ആണെങ്കിൽ പോട്ടെ, കുഴപ്പമില്ല. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക? മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ പഠിക്കാൻ ട്രൈ ചെയ്യുക. ഓക്കെ, ക്ലാസ് എടുക്കുന്ന രീതിയിൽ പഠിക്കാൻ നോക്കുക. അങ്ങനെയുള്ള സമയത്താണ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുക? നമുക്കൊരു ഭാഗത്ത് ഏത് രീതിയിൽ ചോദ്യം ചോദിക്കാം, എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കും ആ ഭാഗത്ത് നിന്ന്, എന്തുകൊണ്ട് ഈ ചോദ്യം ചോദിക്കില്ല എന്ന് നിങ്ങൾക്കൊരു ക്ലാരിറ്റി വരുള്ളൂ. അതായത് നമ്മളൊരു ടീച്ചറിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുന്ന സമയത്താണ് ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുന്ന ആളെ കുറിച്ച് നമുക്ക് മനസ്സിലാവുള്ളൂ. വൈ ഹീസ് ഫോളോയിങ് ലൈക്ക് ദാറ്റ് എന്നുള്ളൊരു സാധനം നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നത് അവിടെ നിന്നാണ്. ഓക്കെ, അതുകൊണ്ട് എപ്പോഴും നമ്മൾ ആ ഭാഗമാണ് ശ്രദ്ധിക്കേണ്ടത്. അതാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതും. അതല്ലാതെ നിങ്ങൾ ഈ പറഞ്ഞ് പഠിച്ചു പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ അറിയാമോ? നമ്മൾ പഠിച്ചതൊക്കെ മറന്നുപോകും. 100% ഉറപ്പാണ്, നിങ്ങൾ പഠിച്ചതൊക്കെ മറന്നുപോകും. കാരണം സിറ്റുവേഷൻ എന്താണെന്ന് അറിയാമോ? ഞാൻ നിങ്ങളോട് പേടിക്കേണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എക്സാമിനേഷൻ വളർത്തുമ്പോൾ കുഞ്ഞു പേടി നിങ്ങളുടെ മനസ്സിലുണ്ടാവും, അല്ലേ? കാരണം എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ആ പേടിയാണ് നിങ്ങളുടെ ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത്. എന്ത് ക്വസ്റ്റ്യനാണ് വരാൻ പോകുന്നത് എന്നുള്ളത്. അത് നിങ്ങൾ എത്രത്തോളം ടാക്കിൾ ചെയ്യുന്നു, നിങ്ങൾ സർവീസ് ലിസ്റ്റിൽ ഉണ്ടാവും. സർവീസ് ലിസ്റ്റിലേക്ക് നിങ്ങൾ പ്രിലിംസ് ക്ലിയർ ചെയ്യും 100%. നിങ്ങളുടെ കൂടെ സിസാറ്റിന്റെ അത്യാവശ്യം പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് പ്രിലിംസ് ക്ലിയർ ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്യും? ബാക്ക് ടു എഴുതേണ്ട സിറ്റുവേഷൻ വരും. ഓക്കെ, നമ്മൾ ആ പേടി മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട പ്രാക്ടീസ് എന്താ വെച്ചാൽ മറ്റൊരു പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ നിങ്ങൾ പഠിക്കുക. ഓക്കെ, അത് ഡിസ്കസ് ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും. ആ സമയത്ത് നിങ്ങൾക്ക് ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ആവും. കാരണം ഏത് ഭാഗത്താണ്, എന്തൊക്കെയാണ് ആ പ്രോബ്ലംസ്, എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ വരുന്നത്, എന്താണ് അതിന്റെ പല ആസ്പെക്റ്റുകൾ എന്തൊക്കെയാണ്. ഒരു സ്റ്റുഡന്റ് നിങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത്. അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഈ ക്ലാസ് എടുക്കുന്ന മെജോറിറ്റി ആളുകളും പിന്നീട് ക്ലിയർ ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ പ്രിലിംസ്. അതിന്റെ രീതി അതാണ്. അവർക്ക് പോകുന്നുണ്ടെങ്കിൽ തന്നെ പോകാൻ സാധ്യത സിസാറ്റിലാണ്. ഒറ്റ കാരണം കൊണ്ടാണ്, അല്ലാതെ വേറൊന്നുമല്ല. ഇവരാരും മിടുക്കന്മാരും ആരും വലിയ ആളുകളൊന്നുമല്ല. ഓക്കെ, ഇത് ക്ലാസ് എടുക്കുന്നതിന് മുൻപ് ഞാനിത് റെഫർ ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരാൻ സാധിക്കുന്നത്, അല്ലേ? ഇതേ ഒരു സാധനം കീർത്തനയ്ക്ക് സാധിക്കും, ആതിരയ്ക്ക് സാധിക്കും, പ്രതിഭയ്ക്ക് സാധിക്കും, അനഘയ്ക്കൊക്കെ സാധിക്കും. സാധിക്കാതൊന്നുമല്ല, എല്ലാവർക്കും സാധിക്കും. വലിയ കാര്യമൊന്നുമല്ല ഈ ക്ലാസ് എടുക്കുക എന്ന് പറയുന്നത്. പക്ഷേ സിറ്റുവേഷൻ എന്താണെന്ന് അറിയാമോ? നമ്മൾ ആ സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് സംസാരിക്കാൻ സാധിക്കും. ഇത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് അഡ്വാൻറ്റേജ് വരും, ഇൻക്ലൂഡിങ് ഇന്റർവ്യൂ. പല സ്റ്റേജിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കും. ഓക്കെ, ഞാൻ എന്റെ പോർഷനിലേക്ക് കിടക്കുന്നു. ഞാൻ വിചാരിക്കുന്നു ഇത്രയും ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്നുള്ളത്. ഓക്കെ, ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് ഈ പറയുന്ന ഹിസ്റ്ററിയിൽ ഡൗട്ട് തോന്നുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഫ്രീ ടു കോണ്ടാക്ട് എനി ടൈം. ഞാൻ മുമ്പ് നിങ്ങൾക്ക് നമ്പർ തന്നതാണ്. ഓക്കെ, ദിസ് ഇസ് മൈ നമ്പർ 9746469318. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആ ഭാഗത്ത് എന്നെ കോണ്ടാക്ട് ചെയ്യാം, ഇഷ്യൂ ഇല്ല. ഹിസ്റ്ററിന്റെ ഭാഗമാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, മറ്റുള്ള ഭാഗവും എനിക്ക് അറിയാവുന്നതാണെങ്കിൽ പറഞ്ഞുതരാം. ഓക്കെ, ചിലപ്പോൾ തിരക്കായതുകൊണ്ട് ഡിലേ ആവുമെന്നല്ലാതെ റെസ്പോണ്ട് ചെയ്യും ഞാൻ. ഓക്കെ, പോർഷനിലേക്ക് പോവാം. ഡൽഹി സുൽത്താനേറ്റ് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ആരെങ്കിലും ആ ഡൽഹി സുൽത്താനേറ്റിലെ ഓർഡർ എന്ന് പറയാമോ? സ്ലേവ് ഡൈനാസ്റ്റി മുതൽ ആർക്കെങ്കിലും പറയാൻ സാധിക്കോ? സ്ലേവ് ഡൈനാസ്റ്റി വന്നു, അതിനുശേഷം കൽജി ഡൈനാസ്റ്റി വന്നു, കൽജിക്ക് ശേഷം തുഗ്ലക് ഡൈനാസ്റ്റി വന്നു, തുഗ്ലക്കിന് ശേഷം ആരാണ്? സയ്യിദ് ഡൈനാസ്റ്റി വന്നു, അതിനുശേഷം ലോധി ഡൈനാസ്റ്റി വന്നു. ഓക്കെ, നമ്മൾ ആ ഭാഗങ്ങളും കഥകളൊക്കെ പറഞ്ഞതാണ്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോഷ്യൽ, എക്കണോമിക്കൽ, പൊളിറ്റിക്കൽ ആസ്പെക്ട് ഓഫ് ദി ഡൽഹി സുൽത്താനേറ്റ്. നമ്മൾ മൊത്തം പറഞ്ഞതാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്യുന്നു, എങ്കിലേ നിങ്ങൾക്ക് അതുകൊണ്ട് അഡ്വാൻറ്റേജ് ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കൺസോൾട്ടേറ്റ് ചെയ്യാന്ന് പറഞ്ഞത്. ഓക്കെ, സോ ഞാനിവിടെ ഒരു കാര്യം ഡിസ്കസ് ചെയ്തു. ഇതിൽ ഏറ്റവും കൂടുതൽ ഡ്യൂറേഷൻ ഭരിച്ചിട്ടുള്ള ഡൽഹി സുൽത്താനേറ്റ് ഏതാണ്? ഏറ്റവും കുറവ് ഭരിച്ചിട്ടുള്ള ആരാണ്? നമുക്ക് ഓർമ്മയുണ്ടോ? നിങ്ങൾ ഓൾറെഡി പറഞ്ഞ സെഷനിൽ കൂടുതൽ ഭരിച്ചത് തുഗ്ലക് ഡൈനാസ്റ്റിയാണ്. ഏറ്റവും കുറവ് വന്നിട്ടുള്ള ആരാണ്? കൽജിയാണ്. ഒരിക്കലും സയ്യിദ് ഡൈനാസ്റ്റിന്ന് വിചാരിക്കരുത്. ആൻഡ് ഓരോ ഡൈനാസ്റ്റിസിന്റെയും ഇമ്പോർട്ടൻസ് നമ്മൾ അറിയണം. സയ്യിദ് ഡൈനാസ്റ്റിയിലേക്ക് വരുമ്പോൾ തിമൂർസ് ആണ് എന്ത് ചെയ്യുന്നത്? സയ്യിദ് ഡൈനാസ്റ്റിന്റെ ലീനിയന്റ് എന്ന് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം ലോധിയിലേക്ക് വരുമ്പോൾ അഫ്ഗാൻസ് ആണ്. ഓർമ്മയുണ്ടല്ലോ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ? എന്തുകൊണ്ട് ഞാൻ ഇത് എടുത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്ത് നിന്നാണ് ചോദ്യം ചോദിക്കുക. ലോധീസ് ആണ് ഫസ്റ്റ് അഫ്ഗാൻ ഡൈനാസ്റ്റി ഇൻ ഇന്ത്യ. സോ ദാറ്റ്സ് വൈ ഇറ്റ്സ് ഇമ്പോർട്ടന്റ്. ഓക്കെ, ആ രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അഡ്വാൻറ്റേജ് വരുള്ളൂ. നമ്മൾ 1-2 തവണ വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് സാധനം വരും. ഓക്കെ, സോ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് പൊളിറ്റിക്കൽ ആസ്പെക്ട് ഓഫ് ദി ഡൽഹി സുൽത്താനേറ്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ ഭാഗങ്ങൾ തന്നെ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മാത്രം.
എഫിഷ്യന്റ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് എന്ത് ചെയ്തിട്ടുണ്ട് കുത്തക്ബുദ്ദീൻ ഐബക്കിന് ശേഷം, അതല്ലെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ഇൽത്തുമിഷിന് ശേഷം എന്ത് ചെയ്തിട്ടുണ്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, നമ്മൾ നോക്കുകയാണെങ്കിൽ ഡൽഹി സുൽത്താനേറ്റിന്റെ ഭാഗം എന്താണ്, അത് കൺട്രോൾ ചെയ്ത് മധുര വരെ എന്ത് ചെയ്തിട്ടുണ്ട്, രാമേശ്വരം വരെ ആര് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്, അലാവുദ്ദീൻ ഖൽജിന്റെ കാലഘട്ടത്തിൽ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? നമ്മൾ ഓൾറെഡി അത് പറഞ്ഞ ഭാഗമാണ് അല്ലെ. മാലിക് ഗഫൂർ അവിടെ വരെ അറ്റാക്ക് ചെയ്ത് ആ ഭാഗങ്ങൾ കൺട്രോൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. ഓക്കെ, അതേപോലെ തന്നെ ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് മുഗൾ എംപയറിനും അതേപോലെ ചുറ്റുപാടുള്ള മറ്റ് പ്രൊവിൻഷ്യൽ കിങ്ഡത്തിനും ഒരുപാട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് ഈ ഇൻട്രൊഡക്ഷൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഭാഗത്ത് നിന്ന് ഒരു ചോദ്യം ചോദിക്കും, മെയിൻസ് എക്സാമിനേഷൻ, നോട്ട് ഫോർ പ്രിലിംസ് എക്സാമിനേഷൻ, ഡൽഹി സൽത്തനേറ്റ് എങ്ങനെയാണ് ആ കാലഘട്ടത്തിലുള്ള പ്രൊവിൻഷ്യൽ ഡൈനാസ്റ്റീസിനെയും അതേപോലെ തന്നെ പിന്നീട് വന്നിട്ടുള്ള ഫ്യൂച്ചർ ഡൈനാസ്റ്റീസിനെയും ഇൻഫ്ലുവൻസ് ചെയ്തതെന്ന് ചോദിക്കും. ഓക്കെ, ആ സമയത്ത് അഡ്മിനിസ്ട്രേഷൻ, സോഷ്യൽ, അതേപോലെ തന്നെ മറ്റ് പൊളിറ്റിക്കൽ ആസ്പെക്ട്, ആർക്കിടെക്ചറൽ ആസ്പെക്ട്, കൾച്ചറൽ ആസ്പെക്റ്റും കൂടി. കൾച്ചറൽ മീൻസ് വീണ്ടും സ്പെറ്റ് ചെയ്ത് ലിറ്ററേച്ചർ എന്ന് ഡിവൈഡ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് വരുള്ളൂ. നമ്മൾ അവിടെ പറഞ്ഞു നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. ഞാൻ പല സമയത്തും കണക്ട് ചെയ്ത് തന്നിട്ടില്ല പല ഭാഗത്തുമായിട്ട്. ഓക്കെ, അത് നമ്മൾ ഇവിടെയും വീണ്ടും റിപ്പീറ്റ് ചെയ്യും പല സമയത്തുമായിട്ട്. ഡെഫിനറ്റ്ലി ഡൽഹി സുൽത്താനേറ്റ് ആണ് നമുക്ക് എന്ന് പറയാൻ സാധിക്കും ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നുള്ള രീതിയിൽ ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഡൈനാസ്റ്റി എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി അണ്ടർ ദി കണക്ഷൻ ഓഫ് ദി ഖലീഫ. അത് നമുക്ക് അറിയാവുന്നതാണ് അല്ലെ. നമ്മൾ ഇനീഷ്യലി ഡിസ്കസ് ചെയ്തു, അറബായിരുന്നു ഖലീഫന്റെ ഹെഡായിട്ട് ഇനീഷ്യലി വന്നിരുന്നത്. ലേറ്റർലി എന്ത് ചെയ്തു, ടർക്കിന്റെ കൺട്രോളിലേക്ക് പോകുന്നു. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഖലീഫ ടേക്കൻ ഖുത്ബ പ്രയർ, ഫ്രൈഡേ പ്രയർസ്, ഈ പറയുന്ന പോലെ തന്നെ പോയിന്റ്സിൽ ഇൻസ്ക്രൈബ് ചെയ്തിട്ടുള്ള ആളുകളൊക്കെ അവിടെ ഉണ്ട്. അതേപോലെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു കാര്യം എന്താണ്, ഇൽത്തുമിഷ്, മുഹമ്മദ് ബിൻ തുഗ്ലക്ക്, ഫിറോസ് ഷാ തുഗ്ലക്ക്. ഓക്കെ, ഇവർക്ക് എന്തുണ്ട്, മൻസൂർ. മൻസൂർ മീൻസ് ലെറ്റർ ഫ്രം റെക്കഗ്നേഷൻ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഖലീഫ എന്ത് ചെയ്തിട്ടുണ്ട്, ലെറ്റർ ഓഫ് റെക്കഗ്നേഷൻ കൊടുത്തിട്ടുണ്ട്. സുൽത്താൻ ഓഫ് എന്താണ്, സുൽത്താൻ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അവർക്ക് റെക്കഗ്നേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അതായത് നമ്മൾക്ക് അറിയാം ഇൽത്തുമിഷ് ആണെങ്കിൽ എന്താണ്, നോബിൾസിനോട് കണക്ട് ആയിട്ടുള്ളതാണ്. മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ഉണ്ട്, അതേപോലെ തന്നെ ഫിറോസ് ഷാ തുഗ്ലക്ക്, നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഈ 3 ആളുകളും അങ്ങനെയാണ്. നമ്മൾ തെറ്റിക്കുന്ന ഒരു ഭാഗം ഓപ്ഷൻസിൽ എപ്പോഴും തരാറുള്ള ഒരാൾ അലാവുദ്ദീൻ ഖൽജിയാണ്. ഖൽജി അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആണോ? അല്ല, ഖൽജിന്റെ ക്യാരക്ടർ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഓക്കെ, അലാവുദ്ദീൻ ഖൽജിന്റെ ക്യാരക്ടർ ഡിഫറെന്റ് ആണ്. ഈ 3 പേരാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്നത് പോലെ തന്നെ മൻസൂർ കിട്ടിയിട്ടുള്ള ആള്. ഓക്കെ, ഖലീഫ ഫ്രം ടർക്ക്. ഓക്കെ, അതിനുശേഷം നമുക്ക് ഈ അഡ്മിനിസ്ട്രേഷനെ ഡിവൈഡ് ചെയ്യാം ഏതൊക്കെ ഭാഗങ്ങളാണെന്ന്. ഡെഫിനറ്റ്ലി ഹെഡ് എന്ന് പറയുന്നത് ആരാണ്, സുൽത്താൻ തന്നെയാണ്. ഓഫീസ് ഓഫ് സുൽത്താൻ വാസ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് ദി ഡൽഹി സൽത്തനേറ്റ്. ഓക്കെ, അതിനകത്ത് അൾട്ടിമേറ്റ് ഡിസിഷനും മിലിറ്ററി ആണെങ്കിലും ലീഗൽ ആണെങ്കിലും പൊളിറ്റിക്കൽ സിസ്റ്റപ്പ് ആണെങ്കിലും തീരുമാനിക്കുന്നത് സുൽത്താൻ തന്നെയാണ്. അതേപോലെ തന്നെ നമ്മൾ പറയാറില്ലേ, ഈ പറയുന്നത് പോലെ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്ന രീതി പറയാറുണ്ട് അല്ലെ. അതേപോലെ തന്നെ ടോപ്പ് ലെവലിലേക്ക് അപ്പലേറ്റ് പോയി കഴിഞ്ഞാൽ ടോപ്പ് ലെവലിലേക്ക് എത്തുന്നത് ഡിസിഷൻ എടുക്കുന്നത് ആയിരിക്കും, സുൽത്താൻ ആയിരിക്കും. സുൽത്താനാണ് ടോപ്പ് ലെവൽ പവർ ഉള്ളത് നമുക്കറിയാം. ഇത് ശരിക്കും യൂസ് ചെയ്ത ആൾക്കാർ ആരാണ്, ബാൽബൺ. ഓക്കെ, ഓർമ്മയുണ്ടോ ബാൽബൺ അത് യൂസ് ചെയ്യുന്നത്? ബാൽബൺ ജസ്റ്റിസിന് യൂസ് ചെയ്യാൻ ചെയ്തിട്ടുണ്ട്. ബാൽബൺ ഇംപാർഷ്യൽ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഡിസിഷൻ എടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അദ്ദേഹം അതിന് ഡോമിനേഷൻ കാണിക്കാൻ വേണ്ടി സജിദ ആൻഡ് പൈബോസ് ഓർമ്മയുണ്ടല്ലോ. ഓക്കെ, രാജാവിന്റെ കയ്യിൽ ഉമ്മ വെക്കുക, അതേപോലെ തന്നെ ഫീറ്റിൽ നമസ്കരിക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ ബാൽബൺ ചെയ്തിട്ടുള്ള പല ആക്ടിവിറ്റികളും ഉണ്ട്. എന്താണ് ബാൽബന്റെ മറ്റൊരു ആക്ടിവിറ്റി എന്ന് പറയുന്നത്, ഇൽത്തുമിഷ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കോപ്പ് 40 എന്ന് പറയുന്ന ഒരു സാധനം ബാൽബൺ എന്ത് ചെയ്തു, സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് ദിവാൻ ഐ ആർസ് എന്ന് പറയുന്ന സെപ്പറേറ്റ് മിലിറ്ററി ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവന്നു. കാരണം ആ ഇൻഫ്ലുവൻസ് വേണ്ടി ഒഴിവാക്കാൻ അദ്ദേഹം ട്രൈ ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ മുഹമ്മദ് ബിൻ തുഗ്ലക്ക് നമ്മൾ അറിയാലോ, ഹാർഷ് പണിഷ്മെന്റ് കൊടുത്തിട്ടുണ്ട് ഉലേമാസിന്, നമ്മൾ പഠിച്ചതാണ് അല്ലെ. കാരണം ഇൽത്തുമിഷ്, മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു, പുള്ളി ഒരു ക്രാക്ക് ആണ്. ഓക്കെ, പുള്ളി എന്ത് ചെയ്തിട്ടുണ്ട്, പല രീതിയിൽ പലതാണ്. പെട്ടെന്ന് പുള്ളിന്റെ ക്യാരക്ടർ മാറും. ഒരു ഷമ്മി ക്യാരക്ടറാണ് പുള്ളി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ചിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒറ്റയടിക്ക് പുള്ളിന്റെ ക്യാരക്ടർ മാറും. ഓക്കെ, ഈ ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇവരൊക്കെ എന്താണ്, ആ ഒരു പവർ കറക്റ്റായിട്ട് യൂസ് ചെയ്ത ആളാണ്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നോ ക്ലിയർ ലോ ഓഫ് സക്സഷൻ എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്, കൃത്യമായിട്ട് മക്കൾക്ക് മാത്രമേ ഭരണം കൊടുക്കുന്നുള്ള രീതി ഒന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, മാറി മാറി വന്നിട്ടുണ്ട്. അങ്ങനെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുള്ള ഒരു സാധനങ്ങളൊന്നുമില്ല. ആൻഡ് സ്വതവേ എന്താണ്, ആൺപിള്ളേർക്കാണ് ഭരണം കൊടുക്കുന്ന ഒരു ടെൻഡൻസി കാണിക്കാറ് അല്ലെ. ഇവിടെ അത് തിരുത്തി കുറിച്ച് ആര് തന്നിട്ടുണ്ട്, ഇൽത്തുമിഷ് എന്താണ് നോമിനേറ്റഡ് ഹിസ് ഡോട്ടർ, ആരാണ്, റസിയ സുൽത്താന, നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ആൻഡ് മിലിറ്ററി സുപ്പീരിയോറിറ്റി ഡെഫിനറ്റ്ലി അണ്ടർ ദി കൺട്രോൾ ഓഫ് സുൽത്താൻ അല്ലെ. സുൽത്താനാണ് ഇതിന്റെ ടോപ്പ് ലെവൽ പോസ്റ്റിൽ നിൽക്കുന്ന ആളുകൾ അല്ലെ. സുൽത്താന് ശേഷം വരുന്ന അടുത്തൊരു പോസ്റ്റാണ് നായിബ് എന്ന് പറയും. നായിബ്, ഓക്കെ, നമ്മൾ മിലിറ്ററിലൊക്കെ പറയല്ലേ നായിബ് എന്നുള്ള രീതിയിൽ. മിലിറ്ററി നായിബ് എന്ന് പറഞ്ഞാൽ താഴത്തെ പോസ്റ്റാണ്, എന്നാൽ പോലും ഇറ്റ്സ് എൻ ഇമ്പോർട്ടന്റ് വൺ. സുൽത്താൻ അസിസ്റ്റ് ചെയ്യുന്ന ഒരു ഹയർ ഒഫീഷ്യൽ ആയിട്ടുള്ള ആളാണ് നായിബ് എന്ന് പറയുന്നത്. സുൽത്താൻ തൊട്ട് താഴെയുള്ള ഒരാൾ. ഓക്കെ, അദ്ദേഹം പവർഫുൾ ആയിട്ടുള്ള ഒരു ഓഫീസറാണ്. നോർമലി
പല ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവില്ലേ? നമ്മൾ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ പഠിച്ചു അല്ലേ? അത്തരം ഡിപ്പാർട്ട്മെന്റ് നമ്മൾ പഠിച്ചതാണ്. ആ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ നമ്മൾ ഇത്രയും ഡിപ്പാർട്ട്മെന്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദിവാൻ ഐ വസാരത്ത്, ദിവാൻ ഐ ആർട്സ്, ദിവാൻ ഐ ഇൻഷ എന്നൊക്കെ പറഞ്ഞ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന ആളാണ് നായിബ് എന്ന് പറയുന്നത്. ഓക്കെ, ഇദ്ദേഹം ചെയ്യും ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്തിട്ട് എന്തൊക്കെയാണ് പ്രോബ്ലംസും കാര്യങ്ങളും ചിന്തിക്കും. ഓക്കെ, അതിനുശേഷം ദിവാൻ ഐ വിസാരത്ത് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് സ്പെസിഫിക്കലി പറയുന്നു വാസിർ. ഓക്കെ, നെക്സ്റ്റ് ടു നായിബാണ് വാസിർ എന്ന് പറയുന്നത്. പുള്ളിയാണ് എന്ത് ചെയ്യുന്നത്? ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആയിട്ടുള്ളത്. ഓക്കെ, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ദിവാൻ ഐ വസാരത്ത് എന്ന് പറയുന്ന ടേം കൊണ്ട് പറയുന്നത്. ഡെഫിനറ്റ്ലി അതുകൊണ്ട് തന്നെ വാസിർ എന്ത് ചെയ്യണം? വാസിർ എന്ന് പറയുന്നത് ഫിനാൻസിന്റെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആണല്ലോ, അദ്ദേഹത്തിന് ഡെഫിനറ്റ്ലി ഹൈ പവർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ദിവാൻ ഐ വിസാരത്ത് എന്ന് പറയുന്നത് അദ്ദേഹം സെപ്പറേറ്റ് ആയിട്ട് ഒരു അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അതിനൊരു അക്കൗണ്ടന്റ് ജനറലും കൂടി എന്തുണ്ടാവും? അത് മെയിൻറ്റെയിൻ ചെയ്യാനുണ്ടാവും. ബിക്കോസ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, മിനിസ്ട്രി ഓഫ് ഫിനാൻസ് എന്ന് പറയുന്നതാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മിനിസ്ട്രി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ മോഡേണിസ്റ്റ് എടുക്കുക. എന്തായാലും ലാസ്റ്റിലേക്ക് നമ്മൾ എടുക്കുന്ന പോർഷനിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ പറയുന്ന പോലെ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്കറിയാം, ഈ 1940 ആ ടൈം കാലഘട്ടത്തിൽ ഇന്ത്യൻ ഗവൺമെന്റ് കഴിഞ്ഞു, ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ആ ടൈമിൽ ശരിക്കും പറയുകയാണെങ്കിൽ എന്താണ്, പാകിസ്ഥാൻ അതേപോലെ തന്നെ ഇന്ത്യ ഡിവിഷൻ വരുന്ന ടൈം ഉണ്ടായിരുന്നല്ലോ. ആ സമയത്ത് എന്താണ്, മുഹമ്മദ് അലി ജിന്നയ്ക്ക് പാകിസ്ഥാനോടാണ് താല്പര്യം ഉണ്ടായിരുന്നത്. ആ ടൈമിൽ മുഹമ്മദ് അലി പേർപ്പസ്ഫുള്ളി ലിയാഖത്ത് അലി ഖാനെ കൊണ്ട് എടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് മിനിസ്റ്റർ ഓഫ് ഫിനാൻസ് ആണ്. ബിക്കോസ് ഫിനാൻസ് ക്യാൻ കൺട്രോൾ എവറിത്തിങ്. പണം ഇല്ലെങ്കിൽ എന്തെങ്കിലും നടക്കുമോ? ഇല്ല. കാരണം എന്തെങ്കിലും ഇത് തന്നു കഴിഞ്ഞാൽ റിജക്ട് ചെയ്ത് വിടാം. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഡിപ്പാർട്ട്മെന്റ് ആണ് ദിവാൻ ഐ വസാരത്ത് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് വാസിർ. ഓക്കെ, ഞാനത് കണക്ട് ചെയ്ത് പറഞ്ഞെന്ന് മാത്രം. ആ ഡിപ്പാർട്ട്മെന്റ് ഇമ്പോർട്ടൻസ് പറയാൻ വേണ്ടി. ഡെഫിനറ്റ്ലി അടുത്ത ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? ദിവാൻ ഐ ആർട്സ്, മിലിറ്ററി ഡിപ്പാർട്ട്മെന്റ് ആണ്. ബട്ട് അതിന്റെ പേരിനും ഈ പറയുന്നത് പോലെ കണക്ഷൻ ഉണ്ടാവുമല്ലോ, ആരിസ് ഐ മമാലിക്. ഓക്കെ, ഇത് മാത്രം ഓർത്താൽ മതി. അത് ഓർക്കാൻ പറ്റില്ല. ആർട്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർക്കാൻ പറ്റില്ലോ. ഇത് ആരുടെ കാലഘട്ടത്തിലാണ് വന്നത്? ആരുടെ കാലഘട്ടത്തിലാണ് ഈ പറയുന്ന പോലെ ദിവാനായി ആർസ് വന്നത്? എപ്പോ പറഞ്ഞു നിങ്ങളോട്? ഓർത്തെടുക്കാൻ നോക്കിയേ. വെരി ഗുഡ്. ബാൽബൺ, ഗിയാസുദ്ദീൻ ബാൽബന്റെ കാലഘട്ടത്തിലാണ് വന്നത്. നമുക്കറിയാം ബാൽബൺ എങ്ങനെയാണ് അത് കൊണ്ടുവന്നത്? അത് കട്ട് ചെയ്തിട്ടാണ് കൊണ്ടുവന്നത്. എന്ത്? കോപ്പ് 40. ഓക്കെ, സോ ആരും അവരെ കട്ട് ചെയ്തിട്ടാണ് പുള്ളി വന്നത്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, ഈ പറയുന്ന ആരിസ് ഐ മുമാലിക് എന്ന് പറയുന്ന ആളുടെ കമാൻഡർ ഇൻ ചീഫ് എന്ന് വിചാരിക്കും. പക്ഷെ അദ്ദേഹം അല്ല കമാൻഡർ ഇൻ ചീഫ്. കമാൻഡർ ഇൻ ചീഫ് എന്ന് പറയുന്നത് സുൽത്താനാണ്. അതിന്റെ ഹെഡ് സുൽത്താനാണ് എപ്പോഴും. ഇദ്ദേഹം അല്ല അതിന്റെ ഹെഡായിട്ട് നിൽക്കുന്നത്. ഓക്കെ, പക്ഷേ ഈ പറയുന്ന മിലിറ്ററി കോർഡിനേറ്റ് ആണെന്ന ആൾ പുള്ളിയാണെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഈ ഒരു സാധനം സെറ്റപ്പ് ചെയ്തത് ബാൽബൺ ആണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സെറ്റപ്പ് ചെയ്യാൻ കാരണം? കമാൻഡർ ഇൻ ചീഫ് എപ്പോഴും സുൽത്താനായേ പറ്റുള്ളൂ. അതല്ലെങ്കിൽ എന്ത് സംഭവിക്കും? എന്തെങ്കിലും മിലിറ്ററി കുപ്പ് എന്ന് പറഞ്ഞൊരു സാധനം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ ഒരു സംഭവം അവിടെ നടക്കില്ലേ? അവിടെ ഒരു പോസിബിലിറ്റി ഇല്ല എപ്പോഴും. ആ ഒരു പോസിബിലിറ്റിക്ക് ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു രീതി ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ 4 ഡിവിഷൻ ഓഫ് ആർമി, റോയൽ ആർമി, ഗവർണേഴ്സ് ആർമി, ഫ്യൂഡൽ ആർമി, വാർ ടൈം ആർമി എന്നൊക്കെ പറഞ്ഞ് സെപ്പറേറ്റ് ആർമി ഉണ്ട്. ഇതിൽ 2 നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഗവർണർ ആർമി എന്ന് പറയുന്നത് എന്താണ്? പ്രൊവിൻഷ്യൽ ആർമിയാണ്. ഓരോ പ്രൊവിൻസിനും ഓരോ സെപ്പറേറ്റ് ആർമി ഉണ്ടാവും. നാഷണൽ വലിയൊരു യുദ്ധം ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന നമ്മൾ പ്രൊവിൻഷ്യൽ ആർമിനെ വിളിക്കും. അതേപോലെ വാർ ടൈം ആർമി എന്ന് പറയുന്നത് ഇസ് എ കൈൻഡ് ഓഫ് ആർമി. ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന പോലെ മിലിറ്ററി ഒഫീഷ്യൽസിന്റെ ഷോർട്ടേജ് വരുന്ന സമയത്ത് നോർമലി വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അവരെന്ത് ചെയ്യും? ഈ പറയുന്ന പോലെ വാറിനായിട്ട് ഉപയോഗിക്കും. ഓക്കെ, കമ്പൽസറി വാർ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ശരിക്കും പറഞ്ഞ കാലഘട്ടത്തിൽ ഇല്ല. എന്നാൽ പോലും ജനങ്ങളെയും ഇതിലേക്ക് ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് നോൺ ആസ് വാർ ടൈം ആർമി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ്. അതും ഇതിനകത്ത് വരാറുണ്ട്. ഓക്കെ, ആൻഡ് അലാവുദ്ദീൻ ഇൻട്രൊഡ്യൂസ്, നമുക്കറിയാം, ചെഹ്റ ആൻഡ് ദഗ് സിസ്റ്റം. ഓൾറെഡി അറിയാൽ എന്താണ് ലിസ്റ്റ് ഓഫ് മിലിറ്ററി ഒഫീഷ്യൽസ്. ക്ലിയർ? നേരത്തെ പറഞ്ഞത് ഓക്കെ അല്ലേ? സാലറി കൊടുക്കുന്നത് ക്യാഷിലാണ്, അതിനുശേഷം സാലറി ക്യാഷിലാണ് വരുന്നത്. ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ഓർത്തിരിക്കണം. ദിസ് ഇസ് കൺസോളിഡേഷൻ ആസ്പെക്ട്. ഡെഫിനറ്റ്ലി ഇറ്റ്സ് ഹെൽപ്പ് യു. ആൻഡ് അടുത്തത് ദിവാൻ ഐ റസാലത്ത്. ഓക്കെ, റസാലത്ത് എന്നൊക്കെ പറയുന്ന സമയത്ത് ഈ ആറും നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുമോ? റിലീജിയൻ. നിങ്ങളോട് അങ്ങനെ ചാടിക്കേറി മെയിൻസിനെ നിങ്ങൾക്ക് എഴുതാൻ വരും, പ്രിലിംസിനെ നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്താൽ പോരെ. അപ്പൊ റസാലത്ത് എന്ന് പറഞ്ഞാൽ റിലീജിയൻ എന്നുള്ള സാധനം ഓർത്താൽ മതി. ആർ റിലീജിയൻ എന്നുള്ള സാധനം നിങ്ങൾ ഓർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് കിട്ടി. ഓക്കെ, ഹെഡഡ് ബൈ സദർ. ഓക്കെ, അദ്ദേഹത്തിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ചീഫ് ഖാസിയാണ്. ഖാസി എന്ന് പറയുകയാണെങ്കിൽ ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെന്റ് ഹെഡാണ്. അപ്പോൾ ഈ ദിവാനായ റസാലത്ത് റിലീജിയസ് ആസ്പെക്റ്റിലാണ് എന്ത് ചെയ്യുന്നത്? ഡെഫിനറ്റ്ലി ഡിസിഷൻ എടുക്കുന്നത് ആ കാലഘട്ടത്തിൽ. അല്ലെ, റിലീജിയസ് നിയമങ്ങളാണ് ആ കാലഘട്ടത്തിൽ ഫോളോ ചെയ്തിട്ടുണ്ടാവുക. നമുക്കത് അറിയാം. കാരണം എന്തുകൊണ്ടാണ്? അതായിരിക്കും ഫോളോ ചെയ്യാൻ എളുപ്പമായിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ റിലീജിയസ് നിയമങ്ങളാണ്. കോഡിഫൈഡ് ലോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഇതുകൊണ്ടാണ് ലേറ്റസ്റ്റ് സ്റ്റേജിൽ തോമസ് മെക്കോളിക്ക് എന്ത് ചെയ്യുന്നത്? ബ്രിട്ടീഷ് ഈസ്റ്റിന്റെ കാലഘട്ടത്തിൽ തോമസ് മെക്കോളി സെപ്പറേറ്റ് ഒക്കെ ആയിട്ട് എന്ന് പറയുന്നത്
എന്ത് വേണം, ഒരു ലോ കമ്മീഷൻ വേണം എന്ന് പറഞ്ഞ് ലോ കമ്മീഷൻ ഒക്കെ കൊണ്ടുവരുന്നതും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുന്നതും. ഓക്കെ, സോ ഈ കാലഘട്ടത്തിൽ ഇത് പ്രോപ്പർ ആയിട്ടുള്ള ഡിഫൈൻഡ് ലോ ഇല്ല. കാരണം ഹിന്ദുസ് ഫോളോ ചെയ്യുന്ന മറ്റൊരു ലോയും ഇസ്ലാമിസത്തിൽ ഫോളോ ചെയ്യുന്ന ആൾക്കാർ മറ്റൊരു ലോയും ആണ്. ഓക്കെ, അറ്റ് ദ സെയിം ടൈം ക്രിമിനൽ ആസ്പെക്ട് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അങ്ങനത്തെ ആസ്പെക്ടുകൾ വരുമ്പോൾ മറ്റൊരു രീതിയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഡിഫറെന്റ് ലോസ് വരുന്ന സമയത്ത് കൺഫ്യൂസ്ഡ് ആണ് ആൾക്കാർ. ഓക്കെ, ഇവിടെ ഈ ദിവാന റസാലത്തിന്റെ ഒന്ന് ഈ സദർ എന്ന് പറയുന്ന ആൾ ചിലപ്പോൾ ചീഫ് ഓഫ് ഗാസ് ആയിട്ട് വർക്ക് ചെയ്യും, അവരായിരിക്കും ഡിസിഷൻ എടുക്കുന്നുണ്ടാവുക. അതേപോലെ തന്നെ എന്താണ്, മോസ്കും ടോംബും മദ്രസസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഈ പറയുന്ന ഗ്രൂപ്പായിരിക്കും. ദിവാന റസാലത്ത് റിലിജൻ, അത് മാത്രം ഓർത്താൽ മതി. ഓക്കെ, ബാക്കി നിങ്ങൾക്കൊക്കെ കിട്ടിക്കോളും. പിന്നെ ഞാൻ ഗോസി പറഞ്ഞല്ലോ. ഓക്കെ, ഗോസി എന്ന് പറയുകയാണെങ്കിൽ is a kind of ulemas, a top level ulemas, highest judicial authority. ഓക്കെ, ഗ്വാസി ഉൽ ഗസർ എന്ന് പറയുന്ന ആളാണ് ചീഫ് ജുഡീഷ്യൽ ഓഫീസർ എന്ന് പറയുന്നത്. ഒരിക്കലും നിങ്ങളോട് ടെൻസ്ഡ് ആയിട്ട് ചോദിക്കില്ല, ഗ്വാസി എന്ന് മാത്രം ഓർത്താൽ മതി. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ളതാണ്. ബിക്കോസ് നമ്മുടെ എന്താ പറയാ, മുകളിലേക്ക് വരുമ്പോൾ ഗ്വാസി എന്നുള്ള ടേം തന്നെയാണ് ആൾക്കാർ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ് ടു നമ്മുടെ എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തോമസ് മെക്കോളിന്റെ കാലഘട്ടം വരെ ഇതേ ടേം ഉപയോഗിച്ച് പോകുന്നുണ്ട് പല ആൾക്കാരും. ആൻഡ് ശരിയ മുസ്ലിം ലോ ആണ് എന്ത് ചെയ്യുന്നത്, സിവിൽ മാറ്റേഴ്സിൽ ഫോളോ ചെയ്യുന്നത്. ക്രിമിനൽ ലോ ബേസ്ഡ് ഓൺ ദി റെഗുലേഷൻ ഓഫ് സുൽത്താൻ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ടോപ്പ് മോസ്റ്റ് അതോറിറ്റി സുൽത്താൻ ആണെന്നുള്ളത്. അപ്പൊ ക്രിമിനൽ ലോ അദ്ദേഹത്തിന്റെ കൺട്രോളിലായിരിക്കും ഉണ്ടാവുക. അതേപോലെ തന്നെ ഹിന്ദുസ് ഗവേൺ ബൈ പേഴ്സണൽ ലോ. അതൊന്നും അടിച്ചേൽപ്പിക്കത്തൊന്നുമില്ല, അവരുടെ പേഴ്സണൽ ലോ ഫോളോ ചെയ്യാനുള്ള അതും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ മറ്റൊന്നാണ് ദിവാൻ ഐ ഇൻഷ. എന്താ നിങ്ങൾക്ക് ഊഹിക്കാലോ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് കറസ്പോണ്ടൻസ് എന്ന് പറഞ്ഞ എന്താണ്, കത്ത് കൊണ്ട് കൊടുക്കുന്ന പരിപാടി ഇല്ലേ. ഓക്കെ, ആ ഒരു ഡിപ്പാർട്ട്മെന്റ് വളരെ ഫേമസ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ ഇവിടെ എന്താ കത്ത് കൊണ്ട് കൊടുക്കാന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മുടെ സാധാരണക്കാർക്ക് കത്ത് കൊണ്ട് കൊടുക്കുന്ന പരിപാടി മാത്രമല്ല ഇവർക്കുള്ളത്. ഡെഫിനറ്റ്ലി ഒരു സോവറൻ പവർ ആയതുകൊണ്ട് യുദ്ധം വരുന്ന സമയത്ത് ആളുകൾ പറഞ്ഞയക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. ഓക്കെ, നിങ്ങളിപ്പോ ബാഹുബലി എന്ന് പറഞ്ഞ സിനിമയില് ആ ഒരു വില്ലൻ നമ്മുടെ ഈ രാജ്യത്തില് അവിടെ യുദ്ധം ചെയ്യാൻ വരുന്ന സമയത്ത് ഒരാളെ പറഞ്ഞയക്കുന്നില്ലേ ദൂതായിട്ട്. ഓക്കെ, ദാറ്റ് കൈൻഡ് ഓഫ് ഫിനോമിന ഈസ് ഓൾസോ ദർ. അതും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ബാഹുബലി സിനിമ കണ്ടിട്ടുണ്ടോ? അതിനകത്ത് ഫസ്റ്റ് ബാഹുബലിയില് മറ്റേ ഒരു പ്രത്യേക ഭാഷ സംസാരിക്കുന്നുണ്ട്, നീന്ത എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന ഒരാളില്ലേ. ഓക്കെ, പുള്ളി എന്ത് ചെയ്യുന്നുണ്ട്, ഒരാളെ പറഞ്ഞയക്കുന്നുണ്ട്. ഓക്കെ, ഈ പറയുന്ന ദൂതുമായിട്ട് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് കൈൻഡ് ഓഫ് തിങ് ഈസ് ഓൾസോ ദിവാൻ ഇൻഷ. പക്ഷേ ഇവിടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കറസ്പോണ്ടൻസ് ആണ് ഇവരെ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന പോലെ സോവറൻ പവർ ആയിട്ടുള്ള അതർ സ്റ്റേറ്റ്സിന് ഈ പറയുന്ന കത്തും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ദിസ് ഇസ് ദി കൺസോളിഡേഷൻ. ദിവാൻ ഐ വസാരത്ത് പറഞ്ഞു, ദിവാൻ ഐ ആർസ് പറഞ്ഞു, ദിവാൻ ഐ റസാലത്ത് പറഞ്ഞു, ദിവാൻ ഐ ഇൻഷ പറഞ്ഞു. ക്ലിയർ ആണല്ലോ ഞാൻ ഈ പറഞ്ഞത്? കൺഫ്യൂഷൻ ഉണ്ടോ? ഇത് കൂടാതെ ഓർത്തിരിക്കേണ്ട മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദിസ് ഇസ് വൺ, ദിവാൻ ഐ വഖഫ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന ഒരു ഭാഗം. ജലാലുദ്ദീൻ ഖൽജി ആണ് അത് കൊണ്ടുവന്നിട്ടുള്ളത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന ഒരു ഭാഗം. അതുകൂടി നിങ്ങളൊന്ന് നോക്കി കഴിഞ്ഞാൽ വഖഫ് എന്നുള്ള ഭാഗം. വഖഫ് ബോർഡ് എന്ന് കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ആരെങ്കിലും ഇതിനകത്ത് കേട്ട ആൾക്കാരുണ്ടോ? ഉണ്ടെങ്കിൽ അത് കണക്ട് ചെയ്യാൻ പറ്റും. ഇല്ല, വിട്ടേക്ക്. യെസ്, ഓക്കെ. വഖഫ് ബോർഡ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാ? എന്താണ് അതിന്റെ മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത്? ഹൈലി അക്കൗണ്ടബിൾ ആയിട്ടുള്ള ഒരു ബോർഡ് കൂടിയാണ്. ഓക്കെ, ആൻഡ് ദിസ് എക്സ്പെൻഡിച്ചർ ക്യാൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ബോർഡാണ്. ഓക്കെ, ദെൻ ദിവാൻ ഐ വഖഫ്, അത് സ്പെസിഫിക്കലി ഇസ്ലാമിസമായിട്ട് ബന്ധപ്പെട്ടുള്ള ബോർഡാണ്. അത് അവിടെ നോട്ടെ. തിരിച്ചു വരുന്ന സമയത്ത് ജലാലുദ്ദീൻ ഖൽജിന്റെ കാലഘട്ടം. എന്താ ജലാലുദ്ദീൻ ഖൽജിക്ക് എക്സ്പെൻഡിച്ചറിന്റെ താല്പര്യം വന്നത്? ആരാണ് ജലാലുദ്ദീൻ ഖൽജി? അലാവുദ്ദീൻ ഖൽജിക്ക് തൊട്ട് മുൻപുള്ള ആൾ. എന്തായിരിക്കും അത് വരാൻ കാരണം? ഡെഫിനറ്റ്ലി സ്ലേവ് ഡൈനാസ്റ്റിക്ക് ശേഷം എന്ത് സംഭവിച്ചിട്ടുണ്ട്? ഒരുപാട് എക്സ്പെൻഡിച്ചർ ഇഷ്യൂസ് വന്നിട്ടുണ്ട് അല്ലേ? ബാൽബണിന് ശേഷം അതിനുശേഷം എന്താ സംഭവിക്കേണ്ടത്? എക്സ്പെൻഡിച്ചർ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണ്ടേ? അതിനുവേണ്ടി ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്സ്പെൻഡിച്ചർ ഉണ്ടാക്കിയത്. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? ക്ലിയർ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? അതേപോലെ തന്നെ ദിവാൻ ഐ കോഹി എന്നുള്ളതാണ്. ആമിർ കോഹി എന്ന് പറയും, ദിവാൻ ഐ കോഹി എന്ന് നിങ്ങൾ എടുത്താൽ മതി. ആരാണ് അത് കൊണ്ടുവന്നത്? ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ, മുഹമ്മദ് ബിൻ തുഗ്ലക്. നമ്മളത് പറഞ്ഞു. ലോണിന്റെ പേര് തക്കാവി ലോൺ. ഓക്കെ, നമ്മളത് ഡിസ്കസ് ചെയ്യാം, വീണ്ടും ഡിസ്കസ് ചെയ്ത് വരും. ഓക്കെ, അതേപോലെ തന്നെ ദിവാൻ ഐ ഖൈറത്ത് എന്നുള്ള ഡിസ്കസ് ചെയ്ത ഭാഗങ്ങളാണ് ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ചാരിറ്റി. ഓക്കെ, ഇത് ഞാൻ ഷെയർ ചെയ്ത് തരാം. അപ്പൊ നിങ്ങൾ അത് കൺസോൾട്ട് ചെയ്ത് നിങ്ങൾക്ക് പെട്ടെന്ന് റിവിഷൻ ചെയ്യാൻ എളുപ്പമായിരിക്കും. ദീസ് ആർ ദി അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് ഓഫ് ദി ഇനീഷ്യൽ വൺ. ഓക്കെ, അതിനുശേഷം ലോക്കൽ അഡ്മിനിസ്ട്രേഷനിലേക്ക് വരുന്നത് നമ്മൾ ടോട്ടലി ഈ പറയുന്ന രീതിയിൽ എൻറ്റയർ സൽത്തനറ്റിനെ ഡിവൈഡ് ചെയ്യുന്നത് ഇക്താസ് ആയിട്ടാണ്. ദാറ്റ് ഇസ് നോൺ ആസ് പ്രൊവിൻസസ്. അതിന്റെ ഹെഡാണ് ഗവർണർ എന്ന് പറയും. അദ്ദേഹത്തിന്റെ പേരാണ് മുക്തീസ്. ഇതൊന്ന് പഠിച്ചു വെക്കണേ, ഇക്താസും മുക്തീസും. ഓക്കെ, എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെയാണ് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാതെ പോകുന്ന ഒരു സാധനം വരുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു സുൽത്താൻ ഡിവൈഡ് ചെയ്യുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇക്താസ്. ഇക്തദാർ എന്ന് പറയും. ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് തരണമെന്നില്ല, നിങ്ങൾക്ക് കിട്ടും. മുക്തി നായിക്കും ചിലപ്പോൾ പറയുന്നത് ഗവർണർ ഓഫ് ദി പ്രൊവിൻസസ്. ഓക്കെ, ഇത് ഡൽഹി സുൽത്താനത്ത് മൊത്തം പറയുന്ന ഒരു പേരാണ്. ചിലപ്പോൾ അവിടെ നിന്ന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്.
ഡൽഹി സുൽത്താനേറ്റിലാണ് പിന്നീട് കീവേഡുകൾ ചോദിക്കുന്ന മറ്റൊരു രീതി അവരെ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്താണ്? ഈ പറയുന്ന പോലെ ഇക്തദാറിന് എന്താണ് പവർ ഉള്ളത്? ലാൻഡ് റവന്യൂ പവർ ഉണ്ട്, അദ്ദേഹത്തിന് കളക്ട് ചെയ്യാനുള്ള പവർ ഉണ്ട്, ലോ ആൻഡ് ഓർഡർ പവർ ഉണ്ട്. ലേറ്റസ്റ്റ് സ്റ്റേജിൽ ആരുടെ സമയത്ത്, അലാവുദ്ദീൻ ഖൽജി സമയത്ത് എന്താണ് ഇക്തദാർസിന് എന്താണ് ക്യാഷിലാണ് പേയ്മെന്റ് കൊടുത്തിട്ടുള്ളത് അല്ലെ? അപ്പൊ അവർക്ക് ആ പവർ ഉണ്ടാവും. ഡെഫിനറ്റ്ലി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗവർണർ ആർമി എന്ന് പറയുന്നത് പോലെ തന്നെ പ്രൊവിൻഷ്യൽ ആർമി അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. അതിനെ വീണ്ടും ഡിവൈഡ് ചെയ്ത് എന്താണ് സിക്സ് എന്ന് പറയും. ഓക്കെ, അതിനാണ് ശിക്സ്ദാർ എന്ന് പറയുന്നത്. ഓക്കെ, അത് നിങ്ങൾ ചിലപ്പോ സിമ്പിൾ ആയിട്ടായിരിക്കും UPSC ചോദിക്കുക. ഇക്താസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ മുക്തീസ്, ഇക്സ്ദാർ, അമിൽ ഈസ് റിലേറ്റഡ് ടു വിച്ച് ഓഫ് ദി ഫോളോയിങ്? ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ. അതേപോലെ തന്നെ വേറെ എന്തെങ്കിലും നല്ല സാധനം തരും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അങ്ങനെയെങ്കിലും കിട്ടിയാൽ മതി. അങ്ങനെ ചിലപ്പോൾ ചോദിക്കും. അതൊക്കെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇവിടെ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഈ പറഞ്ഞ പോലെ സിക്സിന് വേണ്ടി ഇത് പരഗണാസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഈ പരഗണാസിന് ഹെഡാണ് എന്ത് ചെയ്യുന്നത്? അമിൽ എന്ന് പറയുന്നത്. നമ്മൾ അമിൽ എന്ന് ഒരുപാട് തവണ കേട്ടിട്ടില്ലേ? ഓക്കെ, അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ പരഗണാസ് എന്ന് പറയുന്നത്. ഈ പരഗണാസിന്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പരഗണാസ് എന്ന് പറയുന്നത് ഏകദേശം 84 മുതൽ 100ഓളം വരുന്ന വില്ലേജുകൾ കൺസോൾട്ടേറ്റ് ചെയ്ത ഒരു ഭാഗത്തിന്റെ പരഗണാസ് എന്ന് പറയും. അതിന്റെ ഹെഡാണ് അമിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇപ്പോഴത്തെ ആൾക്കാരുടെ നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് നോക്കി, ആരാണ് അമീൽ വരുന്നുണ്ടാവുക? ഈ പറയുന്ന ഒരു ഡിസ്ട്രിക്റ്റിന്റെ ആ ഭാഗത്ത് ആരാണ് വരുന്നുണ്ടാവുക? അതിനുശേഷം വില്ലേജ് വരുന്നു. വില്ലേജ് വരുന്ന സമയത്ത് ചൗധരി എന്നുള്ള പേര് ഓർത്താൽ മതി. ഓക്കെ, അതാണ് വില്ലേജ് അഡ്മിനിസ്ട്രേഷൻ. ഏറ്റവും സ്മോളസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ചൗധരിയാണ് ഇതിൽ നിന്ന് വില്ലേജ് ഹെഡിനെ ഡിവൈഡ് ചെയ്ത് നോക്കുന്നത്. ഓക്കെ, ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് നോക്കുകയാണെങ്കിൽ അവർ ഡയറക്ട്ലി എന്ത് ചെയ്യില്ല, വില്ലേജ് അഡ്മിനിസ്ട്രേഷനിൽ ഇന്റർഫിയർ ചെയ്യുന്നില്ല. ബിക്കോസ് എന്താണ്, ആ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ലോക്കൽ അഡ്മിനിസ്ട്രേഷന്റെ പാർട്ടിലേക്ക് വരുന്ന സമയത്ത് സിവിൽ ലോസിലെ പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ടാവാം, ഡിസിഷൻ എടുക്കുന്നത് അവരാണ്. അതിലൊന്നും ഈ പറയുന്ന പോലെ സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ ഇടപെടില്ല, എക്സെപ്റ്റ് അണ്ടർ ദി കണ്ടീഷൻ എന്തായിരിക്കാം, ദർ ഇസ് എ ക്രിമിനൽ ആസ്പെക്ട് എങ്കിൽ ഇടപെടും. ഓക്കെ, അതല്ലാതെ ഇടപെടില്ല. ഓക്കെ, പിന്നെ പഞ്ചായത്തിലേക്ക് വരുന്ന സമയത്ത് പഞ്ചായത്താണ് എന്ത് ചെയ്യുന്നത്, സാനിറ്റേഷൻ, ജസ്റ്റിസ്, റവന്യൂ, എഡ്യൂക്കേഷൻ ലെവൽ, ഇതൊക്കെ നിങ്ങൾ ഓർത്താൽ മതി. ഓക്കെ, നിങ്ങൾ ചൗധരി വില്ലേജ് ലെവൽ ഓർത്തിരിക്കണമെന്നുണ്ടെങ്കിൽ തേന്മാവൻ കൊമ്പത്തിൽ ഗാന്ധാരിമൻ ഓർത്താൽ മതി. ഓക്കെ, അവരാണ് എന്താ വില്ലേജിന്റെ ഹെഡ് ആയിട്ടുണ്ടാവുക, അവരാണ് ഡിസിഷൻ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ഓർത്താൽ മതി ചൗധരി എന്നുള്ള പേരിൽ. ഡൺ. ഇത്രയും ഭാഗങ്ങൾ ഓക്കെ ആണോ? ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ആൾക്കാരുടെ പേരൊക്കെ പറഞ്ഞത് ക്ലിയർ? കുഴപ്പങ്ങളൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. ഫൈൻ. ഓക്കെ, നമ്മൾ പലതും ഡിസ്കസ് ചെയ്ത് കൺസോൾട്ടേറ്റ് ചെയ്യുന്നത് മാത്രം. അതിനുശേഷം ഈ പറയുന്ന ലാൻഡിനെ ഏതൊക്കെ രീതിയിൽ ഡിവൈഡ് ചെയ്തു എന്നുള്ളതാണ്. അതിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇക്ത ലാൻഡാണ്. നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇക്ത ലാൻഡ് എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന രീതിയിൽ പ്രൊവിൻഷ്യൽ ലാൻഡ് ആണ്. അത് ഈ പറയുന്നത് ഇക്തദാസിനാണ് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അവരവിടുന്ന് ടാക്സ് പിരിക്കുന്നു, അവരുടെ എമൗണ്ട് എടുക്കുന്നു, തിരിച്ച് ബാക്കിയുള്ള എമൗണ്ട് എവിടേക്ക് കൊടുക്കുന്നു? സെൻട്രലിലേക്ക് കൊടുക്കുന്നു. കൺഫ്യൂഷൻ ഇല്ലാന്ന് വിചാരിക്കുന്നു. അടുത്തത് ഖലീസ ലാൻഡാണ്. ഖലീസ എന്ന് പറയുന്നത് ടോപ്പ് ലെവൽ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ ഖലീസ ലാൻഡ് എന്ന് പറയുന്നത് ഡയറക്ട്ലി അണ്ടർ ദി കൺട്രോൾ ഓഫ് സുൽത്താനാണ്. സുൽത്താൻ, അതായത് സെൻട്രൽ ഗവൺമെന്റ് ആണ് ഡയറക്ട്ലി എന്ത് ചെയ്യുക, ഇതിന്റെ ടാക്സും കാര്യങ്ങളും പിരിക്കുന്നുണ്ടാവും. ഓക്കെ, ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി റോയൽ കോർട്ടിലെ ആളുകളും കാര്യങ്ങളും ഉണ്ടാവും. ചിലപ്പോൾ സുൽത്താൻ എന്ത് ചെയ്യും, ഡയറക്ട്ലി എന്ത് ചെയ്യും, സുൽത്താൻ ആ ഒരു ഭാഗം ലീസിന് കൊടുക്കും, മറ്റ് ആക്ടിവിറ്റികൾക്ക് കൊടുക്കും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. അതിനുശേഷം വരുന്ന ഒരു ലാൻഡാണ് ഇനാം ലാൻഡ് എന്ന് പറയും. ഗ്രാൻഡഡ് ടു റിലീജിയസ് ലീഡേഴ്സ്, റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടി കൊടുക്കുന്നതാണ്. അപ്പൊ ഈ മൂന്നും നിങ്ങൾ പഠിച്ചു വെക്കുക. കൺസിഡർ ദി ഫോളോയിങ് പേർ എന്ന് പറഞ്ഞിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ലാൻഡ് ആണ്. ഇക്ത ലാൻഡ്, ഖലീസ ലാൻഡ്, ഇനാം ലാൻഡ്. ഫൈൻ, അവിടെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇതാണ് പൊളിറ്റിക്കൽ ആസ്പെക്ട് ഓഫ് ദി ഡൽഹി സുൽത്താനേറ്റ്. ക്ലിയർ ആണോ ഞാൻ ഈ പറഞ്ഞത്? അടുത്തത് എക്കണോമിക്കൽ ആസ്പെക്ടിലേക്ക് വരുന്ന സമയത്ത് ശരിക്കും പറയുകയാണെങ്കിൽ ലാൻഡ് റവന്യൂ പെയ്ഡ് ബൈ ദി പെർസെന്റ് 1/3 ഓഫ് ദി, അല്ലെങ്കിൽ ഹാഫ് ഓഫ് ദിയർ ടോട്ടൽ പോപ്പുലേഷൻ. അത്ര ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ലാൻഡ് റവന്യൂ കൊടുക്കുന്നുണ്ട്. അതിനർത്ഥം മെജോറിറ്റിയും ഫാർമേഴ്സ് ആണെന്ന് തന്നെയാണ്. ഓക്കെ, ഫ്രീക്വന്റ് ആയിട്ട് ഫാമൈൻ വരാറുണ്ട്, മിസറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ വരാറുണ്ട്. ആ സമയത്ത് എന്ത് സംഭവിക്കും, ഈ പറയുന്ന രീതിയിൽ ടാക്സും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യുന്ന ടെൻഡൻസിയും കാണാറുണ്ട്. ഓക്കെ, ആൻഡ് സ്പെസിഫിക്കലി UPSC മെയിൻസ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഒരു പാർട്ട് എന്ന് പറയുന്നത് ഡൽഹി സുൽത്താനേറ്റിലെ അഗ്രികൾച്ചർ ആസ്പെക്ടിലെ കോൺട്രിബ്യൂഷൻസ് എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ വേരിയസ് ആസ്പെക്ട് അതിനെ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. ടാക്സസ് പല ഭാഗത്തും നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ആ ഒരു ഭാഗം നമുക്ക് പറഞ്ഞു തുടങ്ങാൻ പറ്റുന്ന ഒരു പോർഷൻ എന്ന് പറയുന്നത് എവിടെയാണ്, അലാവുദ്ദീൻ ഖൽജി മുതൽ. അവിടെ അത് കൊടുത്തിട്ടില്ല. എങ്ങനെ അലാവുദ്ദീൻ ഖൽജി എന്ന് പറയാൻ നമുക്ക് മാർക്കറ്റ് റിഫോംസ് പറയാൻ സാധിക്കില്ലേ? ബ്ലാക്ക് മാർക്കറ്റിംഗ് അത് ഒഴിവാക്കിയില്ലേ? ഇപ്പൊ കോസ്റ്റ് റേസിംഗ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ലേ? അതൊരു പോർഷൻ ആയിട്ട് നിങ്ങൾക്ക് എഴുതാം. പക്ഷെ അത് ആദ്യത്തെ പോയിന്റ് ആയിട്ട് നിങ്ങൾ എഴുതണ്ട, ലാസ്റ്റിലേക്ക് നിങ്ങൾ പോയിന്റ് ആയിട്ട് എഴുതിയാൽ മതി. ആദ്യം നമുക്ക് കൊടുക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റ് ആണ്. ദിവാനായി ആമിർ കോഹി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്, അല്ല ദിവാനായി കോഹി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്. ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ടക്കാവിലോട് കൊടുക്കുന്ന കാര്യം പറയാം. ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ കാലഘട്ടത്തിൽ അത് കണ്ടിന്യൂ ചെയ്ത കാര്യം പറയാം. അതിനുശേഷം എന്ത് സംഭവിച്ചു? ഇറിഗേഷൻ ആസ്പെക്ട് പറയും. ഇറിഗേഷൻ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്തത് ആരാണ്?
ഡാം കൺസ്ട്രക്ഷൻസ് സ്പെസിഫിക്കലി നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഹസാർ റിവറിന്റെ തീരത്തൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഡാം കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ പറഞ്ഞു. അതൊക്കെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാർക്ക് കൊടുക്കും. ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ ഈ പറഞ്ഞ ഭാഗം നിങ്ങൾ എഴുതി വെച്ചാൽ മതി, നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവും, എനിക്കറിയാം. ഓക്കെ. ആൻഡ് ഹോർട്ടിക്കൾച്ചർ ആസ്പെക്ട് നമ്മൾ പറഞ്ഞില്ലേ, ഫിറോസ് എന്ത് ചെയ്തിട്ടുണ്ട്, എൻകറേജ് ചെയ്തിട്ടുണ്ട് ഹോർട്ടിക്കൾച്ചർ. ബിക്കോസ് അതിന് മുൻപ് വരെ വീറ്റിനും ബാർലിക്കും റൈസിനും ഒക്കെയാണ് പ്രാധാന്യം കൊടുത്തെങ്കിൽ പെട്ടെന്ന് അത് ഷിഫ്റ്റ് ചെയ്തിട്ട് ഹോർട്ടിക്കൾച്ചറിന് കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങി. ഹോർട്ടിക്കൾച്ചർ എന്ത് ചെയ്തു, ഹൈലി ഗ്രോത്തിലേക്ക് വരാവുന്ന ഒരു സമയം കൂടിയായിരുന്നു. ദിസ് ഇസ് ദി അഗ്രികൾച്ചർ കോൺട്രിബ്യൂഷൻ ഓഫ് ദ ടൈം. ഓക്കെ. അതിനുശേഷം ഡിഫറെന്റ് സിറ്റീസ്, നമുക്കറിയാം അർബനൈസേഷൻ ഉണ്ട്, ഡിഫറെന്റ് സിറ്റീസ് ആ സമയത്ത് വരുന്നുണ്ട്. ഡൽഹി തന്നെയാണ് ലാർജസ്റ്റ് സിറ്റി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തത്. അതേപോലെ തന്നെ ദൗലത്താബാദ് ആണെങ്കിലും, അതേപോലെ തന്നെ ബ്രോച്ച് ആണെങ്കിലും, മൾട്ടൺ ആണെങ്കിലും, ലാഹോർ ആണെങ്കിലും ഒക്കെ വലിയ വലിയ സിറ്റീസ് ഒക്കെ ആ കാലഘട്ടത്തിലുണ്ട്. ചിലപ്പോൾ നമ്മളോട് സെന്റൻസ് തരും, റൂറൽ ഏരിയ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയും, ഓൺലി റൂറൽ ഏരിയാസ് എന്നൊക്കെ പറയും. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ തമാശ തോന്നുമെങ്കിൽ പോലും ചിലപ്പോൾ അങ്ങനെയൊക്കെ UPSC തരും. കാരണം നമ്മൾ UPSC നമ്മൾ എന്താ ചെയ്യാന്ന് അറിയാമോ, നിങ്ങൾ ടെൻഷൻ അടിപ്പിക്കുന്നതാ. ഓക്കെ. ഈ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ശരിക്കും പറഞ്ഞാൽ അവസാനത്തേക്ക് കയറി ഈ സ്റ്റേറ്റ്മെന്റ് വരും. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് കാണാതെ പോകും. ഓക്കെ. പെട്ടെന്ന് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവും. ഞങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റൻസ് കാണിച്ചു, നമ്മൾ ഡിസ്കസ് ചെയ്യില്ല ഇപ്പൊ തന്നെ നമുക്ക് കാണിച്ചാൽ അങ്ങനെ ഒന്നിനുണ്ട് നിങ്ങൾ തെറ്റിപ്പോകുന്ന സാധനങ്ങൾ. ഓക്കെ. ആൻഡ് ട്രേഡ് ആൻഡ് കൊമേഴ്സിലേക്ക് വരുന്ന സമയത്ത് ഡെഫിനറ്റ്ലി എന്തൊക്കെയുണ്ട്, പേർഷ്യൻ ഗൾഫ് ഒരു കണക്ഷൻ വന്നിട്ടുണ്ട് അല്ലെ, വെസ്റ്റ് ഏഷ്യയുടെ കണക്ഷൻ വന്നിട്ടുണ്ട്, സൗത്ത് ഈസ്റ്റ് ഏഷ്യയുടെ കണക്ഷൻ വന്നിട്ടുണ്ട്. അപ്പൊ ട്രേഡ് നടത്തുമല്ലോ. ട്രേഡ് നടത്താനായിട്ട് അന്നത്തെ കാലം മുതലേ ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിരുന്നു, ദാറ്റ് ഇസ് ഗുജറാത്തി ഗ്രൂപ്പ്. അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇപ്പോഴും എന്തുകൊണ്ടാണ് ഗുജറാത്തിൽ ഇത്രയും വരുന്നത്. ഓക്കെ. നമുക്കറിയാം ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ഗുജറാത്തിലെ ട്രേഡ് ഭയങ്കരമാണ്. ഓക്കെ. ഇപ്പൊ ലേറ്റർ സ്റ്റേജിലേക്ക് നോക്കുന്ന സമയത്ത് ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഗുജറാത്തിലെ ട്രേഡ് നോക്കി കഴിഞ്ഞാൽ ഇപ്പോഴും ട്രേഡ് ഭയങ്കരല്ലേ. ഗുജറാത്തിലെ ട്രേഡുമായിട്ട് ആസ്പെക്ട് ഒരുപാട് ആൾക്കാർ വരാറുണ്ട്. ഓക്കെ. അങ്ങനെയുള്ള 2-3 ഗ്രൂപ്പ് ഉണ്ട്. ഒന്നാണ് മാർവാരി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത്, ഗുജറാത്തി മാർവാറി മർച്ചൻസ് എന്ന് പറയുന്നതും, അതിൽ ഗുജറാത്തി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പും, രണ്ടും ജൈൻസ് ആണ്. ഇവരെന്താണ് ഈ പറയുന്ന പോലെ മെർച്ചൻസ് ആയിട്ട് ആ കാലഘട്ടത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അതേപോലെ തന്നെ അഫ്ഗാൻ മുസ്ലിംസ് എന്തുണ്ട്, മുൾട്ടാനിസും, അവരും ഈ പറയുന്ന ട്രേഡ് ആസ്പെക്റ്റിലുണ്ട്. സ്പെസിഫിക്കലി ഈ പറയുന്ന പോലെ അഫ്ഗാൻ മുസ്ലിംസും മുൾട്ടാനിസും ഇല്ലാതായി പോയി നമുക്കറിയാം. അറ്റ് ദ സെയിം ടൈം ഇപ്പോഴും മാർവാറി ഗ്രൂപ്പ് ഉണ്ട് ട്രേഡിൽ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നിങ്ങൾ ഇപ്പോഴും ന്യൂസുകൾ കേട്ട് കഴിഞ്ഞാൽ ദേ ആർ ദി വൺ ഓഫ് ദി ഡോമിനേറ്റഡ് കമ്മ്യൂണിറ്റി ഇൻ ഗുജറാത്ത് സ്റ്റിൽ. ഓക്കെ. സോ ആ ട്രേഡ് ഇപ്പോഴും ഉണ്ട്. നമ്മൾ ആ ഹിസ്റ്ററിക്കൽ ആസ്പെക്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാണ് ആ പെർട്ടിക്കുലർ പ്ലേസസിലേക്ക് വരുന്ന സമയത്ത്. ഓക്കെ. അതേപോലെ തന്നെ റോഡും കാര്യങ്ങളും അവർ പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും, പ്രോപ്പർ ട്രാൻസ്പോർട്ടേഷനും ട്രേഡിനും വേണ്ടിയിട്ട്. ഈ റോഡും കാര്യങ്ങളും പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ കൃത്യമായിട്ട് ടാക്സ് അവർ പിരിക്കുന്നുണ്ട് ആ ഭാഗത്ത് നിന്ന്. ഓക്കെ. അതേപോലെ തന്നെ സെറായി റെസ്റ്റ് ഹൗസസ് അവരുണ്ട് കൺവീനിയൻസ് ആയിട്ട്. അതേപോലെ തന്നെ ഇവരെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടും എന്തുണ്ട്, പോലീസ് ഫോഴ്സസ് ആ സമയത്തുണ്ട്. കോട്ടൺ ടെക്സ്റ്റൈൽസും സിൽക്ക് ഇൻഡസ്ട്രീസും ആ കാലഘട്ടത്തിൽ ഹൈലി ഡെവലപ്പ് ആയിട്ടുള്ള കാലഘട്ടമാണ്. പിന്നെ ക്യാമ്പയിൻ ഗുജറാത്ത് ഫേമസ് ടെക്സ്റ്റൈൽ സെക്ടേഴ്സ്. ദിസ് ഇസ് ഇമ്പോർട്ടന്റ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടുണ്ട് CDS-ൽ, അതുകൊണ്ട് ഇത് ചോദിക്കും. ഓക്കെ. ചില സമയത്ത് അങ്ങനെ ചോദിക്കാറുണ്ട്. കഴിഞ്ഞ തവണ നമ്മുടെ മുഗൾ എംപയറിന്റെ സമയത്തുള്ള ഡയമണ്ട് മൈനിങ്ങിനെ ചോദിച്ചതുപോലെ തന്നെയാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒന്നാണ് ടെക്സ്റ്റൈൽ ആസ്പെക്ട്. ബിക്കോസ് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഞാൻ വരുമ്പോ സമയത്ത് നിങ്ങളോട് പറയാം. ഓക്കെ. സെറികൾച്ചർ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, കേട്ടിട്ടുണ്ടോ സെറികൾച്ചർ? വാട്ട് ഈസ് ദാറ്റ്? സെറികൾച്ചർ ഈ ഒരു സാധനം നിങ്ങൾ നോക്കി വെച്ചേക്കണേ. കൾച്ചേഴ്സ്, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് കൾച്ചേഴ്സ്, സെറികൾച്ചർ. അതേപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റെവല്യൂഷൻസ്, പിങ്ക് റെവല്യൂഷൻ, ബ്രൗൺ റെവല്യൂഷൻ, കേട്ടിട്ടുണ്ടാവല്ലോ, ബ്ലൂ റെവല്യൂഷൻ. അത് നോക്കി വെച്ചേക്കണേ. ഇത്തവണ ക്വസ്റ്റ്യൻ അതിനകത്ത് ഉറപ്പാ, ഒരു ക്വസ്റ്റ്യൻ അതിനകത്ത് ഉണ്ടാവും, നോക്കിക്കോ. ഓക്കെ. സെറികൾച്ചർ എന്താണ്? കോട്ടൺ. ഓക്കെ. കോട്ടണായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഭയങ്കര ഫേമസ് ആണ് ടെക്സ്റ്റൈലായിട്ട് ബന്ധപ്പെട്ടിട്ട്. ബിക്കോസ് ഇന്ത്യ ടെക്സ്റ്റൈൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒന്നാണ്, നിങ്ങൾക്ക് ഓർത്താൽ മതി. പിന്നെ ലെതർ മേക്കിംഗ് ആണെങ്കിലും, കാർപ്പറ്റ് വേവിങ്സ് ആണെങ്കിലും, മെറ്റൽ ക്രാഫ്റ്റ് ആണെങ്കിലും ഒക്കെ വളരെ ഇമ്പോർട്ടൻസ് ആണ്. പിന്നെ റോയൽ കർക്കനാസ്, ഈ പറയുന്നത് പോലെ സുൽത്താന്റെ ഹൗസ് ഹോൾഡിലുള്ള കാര്യങ്ങളും കോസ്റ്റ്ലി ആയിട്ട് ഉൽപ്പന്നങ്ങളും, എക്സ്പെഷ്യലി ഗോൾഡ്, ഡയമണ്ട് കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു കർക്കനാസ് എന്ന് പറയുന്നതാണ്. ഓക്കെ. ഒരു കൈൻഡ് ഓഫ് ഇൻഡസ്ട്രി ആണ് അത്, റോയലിനുള്ളിൽ തന്നെ ഉണ്ടാവുക. അവിടെയാണ് ഈ കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തതും മെയിൻറ്റെയിൻ ചെയ്തതും. അതേപോലെ തന്നെ അത് പുറത്തേക്ക് കൊടുക്കത്തൊന്നുമില്ല, ഉള്ളിലാണ്. ഈ പറയുന്ന പോലെ തന്നെ ഡയമണ്ട് ആസ്പെക്ട് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും, ഈ പറയുന്ന പോലെ കർക്കനാസിലേക്ക് ഡയറക്ട്ലി കൊണ്ടുവരും. എന്നിട്ട് എന്ത് ചെയ്യും, രാജാവിന് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. ഓക്കെ. അതാണ് നോർമലി ചെയ്യാറുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞു കോയിനേജിന്റെ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇൽത്തുമിഷിന്റെ കാര്യം നമ്മൾ പറഞ്ഞതാണ്, സിൽവർ തങ്കാസ്. ഓക്കെ. തങ്ക എന്നുള്ള ഭാരം. അതേപോലെ തന്നെ ഡിവൈഡ് ഇൻറ്റു 48 ജിതാൾസ്. അത് നിങ്ങൾ ഓർത്തിരിക്കേണ്ട. എക്സാമിനേഷൻ പോയപ്പോൾ ഗൽജി റൂളിലേക്ക് വരുന്ന സമയത്ത് എന്താണ്, അത് 50 ജിതാൾസ് ആയി. അതിനർത്ഥം എന്താ, ഒരു സിൽവർ തങ്ക എന്ന് പറയുന്നത് 48 ലിറ്ററലി 150 എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? എന്റെ വാല്യൂ കൂടിയോ കുറഞ്ഞോ ഗൽജിയിലേക്ക് വരുന്ന സമയത്ത്? അത് നിങ്ങൾ നോക്കുക, മോണിറ്ററി പോളിസി. ഓക്കെ. നിങ്ങളത്
നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു. ഓക്കെ, അതേപോലെ തന്നെ കോപ്പർ കോയിൻസിന്റെ കാര്യം ഓർമ്മയുണ്ടല്ലോ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ സമയത്ത്. ഓക്കെ, എക്സ്പെരിമെന്റ്സും കാര്യങ്ങളും. ഓക്കെ, അതേപോലെ തന്നെ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് ഓർത്തിരിക്കുക. ലേറ്റസ്റ്റ് സ്റ്റേജിലേക്ക് വരുന്ന സമയത്തൊക്കെ അത് ഗ്രാജുവലി ഡൗൺ ആയ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം. എങ്ങനെയാണ്, എന്തൊക്കെയാണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, ഞാൻ വീണ്ടും ഡിസ്കസ് ചെയ്യുന്നില്ല, ടൈം കളയുന്നില്ല. ആൻഡ് സോഷ്യൽ ലൈഫിലേക്ക് പോകുന്ന സമയത്ത് ഹിന്ദു പോപ്പുലേഷൻ സ്പെസിഫിക്കലി നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ബ്രാഹ്മണിസം തന്നെയാണ് ടോപ്പിൽ വരുന്നത്. ആൻഡ് സ്ട്രെങ്തൻഡ് പൊസിഷൻ അവരാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ എന്താണ്, ഹിന്ദുസ് റെയർലി ഗോട്ട് ഹൈ പൊസിഷൻ ഇൻ ദി സുൽത്താൻ ദർബാർ. ഓക്കെ, അതേപോലെ തന്നെ എന്താണ്, പൊസിഷൻ ഓഫ് വുമൺ കണ്ടിന്യൂ തന്നെയാണ്. എന്താണ്, സതി പ്രാക്ടീസസ് ഉണ്ട്, ചൈൽഡ് മാരേജ് ഉണ്ട്, ഇതൊക്കെ ആ കാലഘട്ടത്തിൽ നടക്കുന്നതാണ്. പ്രാക്ടീസ് ഓഫ് ദി പർദ സിസ്റ്റം ഓൾസോ. ഓക്കെ, ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ ഹയർ ക്ലാസ്സസ് ആയിട്ടുള്ള അപ്പർ ക്ലാസ്സസ് ആയിട്ടുള്ള നോർത്ത് ഇന്ത്യൻ ഹിന്ദുസിന് ഇടയ്ക്ക് എന്ത് വരുന്നുണ്ട്, ഈ പർദ സിസ്റ്റം സ്പ്രെഡ് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന എന്താണ്, സോഷ്യൽ ആസ്പെക്ടിൽ ജിസിയ ടാക്സ് അറിയാലോ. അതിനകത്ത് എന്താണ്, ആ ജിസിയ ടാക്സ് കൊടുക്കുന്ന ആൾക്കാർ എന്താണ് പറയുന്നത്, സിമ്മീസ് എന്നാണ് പറയുന്നത്, പ്രൊട്ടക്റ്റഡ് പീപ്പിൾസ്. അവരാണ് ജിസിയ ടാക്സ് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞു കുത്തക്ബുദ്ദീൻ ഐബക്കാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ജിസിയ ടാക്സ് കൊണ്ടുവരുന്നത്. ഓക്കെ, കുത്തക്ബുദ്ദീൻ ഐബക്ക് മുതൽ അക്ബറിന്റെ കാലഘട്ടം വരെ ജിസിയ ടാക്സ് ഉണ്ട്. അക്ബറിന് ശേഷം വന്നിട്ടുള്ള ഷാജഹാനും ജിസിയ ടാക്സ് സ്റ്റോപ്പ് ചെയ്തു. അതിനുശേഷം ഔറംഗസേബ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, അതുവരെ ജെസ്സി ഉണ്ട്, പക്ഷെ അതിന്റെ വേരിയേഷൻ ഉണ്ടെന്ന് മാത്രം. ഓക്കെ, ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ കാലഘട്ടത്തിൽ എത്തിയപ്പോൾ എന്താ ഞാൻ പറഞ്ഞത്, ഫിറോസ് ഷാ തുഗ്ലക്ക് എന്ത് ചെയ്തു, ബ്രാഹ്മൺസിന് കൂടി ജെസ്സിയ ടാക്സ് ഇമ്പോസ് ചെയ്തു. അതുവരെ ബ്രാഹ്മൺസിന് ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തത് ലാൻഡ് ടാക്സും ജെസ്സിയ ടാക്സും ഇറിഗേഷൻ ടാക്സും സെപ്പറേറ്റ് ആക്കി. ഓക്കെ, ഇത് ഓർത്തിരിക്കണേ. ഞാൻ പറഞ്ഞ വളരെ സിമ്പിൾ ആയിട്ടാണെങ്കിൽ പോലും നിങ്ങൾക്ക് അത് ഓർത്തിരിക്കേണ്ടതാണ്. ഇവിടെയാണ് നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുക. ഓക്കെ, അവിടെയാണ് നമ്മുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഒരുപാട് എത്തനിക് കമ്മ്യൂണിറ്റീസ് ഉണ്ട്, ഈ പറഞ്ഞ ഡിഫറെന്റ് റേഷ്യൽ ഗ്രൂപ്പുകൾ ഉണ്ട് മുസ്ലിംസിനുള്ളിൽ തന്നെ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ടർക്ക്, ഇറാനിയൻസ്, അഫ്ഗാൻസ്, ഇന്ത്യൻ മുസ്ലിംസ് എന്ന് പറഞ്ഞ ഡിവിഷൻ ഉണ്ട്. ഇത് ഇന്ത്യൻ മുസ്ലിംസിനാണ് എന്ത് ചെയ്യുന്നത്, കൺവേർട്ടഡ് ആയിട്ടുള്ള മുസ്ലിംസ് ഗ്രൂപ്പ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഹയർ പൊസിഷൻസ് നമ്മൾ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. ഓർമ്മയുണ്ടോ ഞാൻ ബാൽബണ്ട സമയത്ത് പറഞ്ഞൊരു സാധനം? ഓക്കെ, അതും കൂടി നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ ഈ കൺവേർട്ടഡ് പൊസിഷൻ ആൾക്കാർക്ക് ഈക്വൽ റെസ്പെക്ട് കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ എന്തുണ്ടാവില്ല, ഇന്റർ മാരേജ് ഉണ്ടാവില്ല. പണ്ട് ഹിന്ദുസ്ഥിൽ അതുപോലെ തന്നെ ലിറ്ററലി ഇവിടെ വന്ന സമയത്ത് എന്താണ്, ഇന്റർ കാസ്റ്റ് മാരേജ് ആ സമയത്ത് ഇല്ല എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. ഓക്കെ, സ്ലേവ്സിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ സ്ലേവ്സിന് സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് വരെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു സുൽത്താനായിട്ട് പീരീഡിൽ. ആരുടെ കാലഘട്ടത്തില, ഫിറോസ് ഷാ തുഗ്ലക്ക്. പറയുന്നത് 1,80,000 സ്ലേവ്സ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ മെയിൻ ആക്ടിവിറ്റി എന്താ, യുദ്ധത്തിൽ പരാജയപ്പെടുന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സ്ലേവ് ആയിട്ട് അടിമകളായിട്ട് വെക്കുന്നുണ്ട്. ദ ഡിപ്പാർട്ട്മെന്റ് ഇസ് നോൺ ആസ് ഏതായിരുന്നു, ദിവാൻ ഐ ബന്ധാഗൻ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടല്ലോ, ഫാസ്റ്റ് ആയി പോകുന്നില്ല എന്ന് ഞാൻ വിചാരിക്കും. ലിറ്ററേച്ചർ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ, പേർഷ്യൻ ലിറ്ററേച്ചറും അറബിക് ലിറ്ററേച്ചറിനൊക്കെ ഒരുപാട് പ്രാധാന്യം വരുന്ന ഒരു കാലഘട്ടമാണ് ആ സമയം. അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാർ ഹസൻ നിസാമിയും അതേപോലെ തന്നെ മൻഹാജ് സിറാജിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞതാണ് നിങ്ങളോട്, അല്ല ബറാനിനെ കുറിച്ച് പറഞ്ഞതാണ്. ഡിഫറെന്റ് ആൾക്കാരൊക്കെ ഉണ്ട്. മറ്റ് ലിറ്ററേച്ചറിൽ ഫേമസ് ആയിട്ടുള്ളതാണ് അമീർ ഖുസ്രു എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി അമീർ ഖുസ്രുവിനെ ഡിസ്കസ് ചെയ്തു. പാരറ്റ് ഓഫ് ഇന്ത്യ അല്ലെ, ഒരുപാട് ബുക്കുകൾ എഴുതിയിട്ടുണ്ട് അദ്ദേഹം തുഗ്ലക് നാമൊക്കെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഞാൻ പറഞ്ഞു 7 സുൽത്താൻമാരുടെ കീഴിൽ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളാണ് അദ്ദേഹം. ഓക്കെ, അദ്ദേഹത്തിന്റെ ഡിഫറെന്റ് ബുക്കുകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഇതിനകത്ത്. ഞാൻ ഓൾറെഡി അത് പറഞ്ഞതാണ്. സബക് ഐ ഹിന്ദ് ഒക്കെ ഇന്ത്യൻ സ്റ്റൈൽ എഴുതിയിട്ടുള്ള പേർഷ്യൻ പോയട്രിയാണ് അദ്ദേഹത്തിന്റെ. അതേപോലെ തന്നെ മ്യൂസിക്കിലേക്ക് വരുന്ന സമയത്തും പുള്ളി തന്നെയാണ് ചെയ്യുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളെന്ന് പറയുന്നത്. പുതിയ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ വന്നിട്ടുണ്ട്. അദ്ദേഹം കൂടാതെ എന്താണ്, 2-3 ആളുകളും കൂടി ഉണ്ട്. ഒന്ന് തിർബോധൻ എന്ന് പറയുന്ന സൂഫി സൈൻ, വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് മ്യൂസീഷ്യൻ ആണ് ഡൽഹി സുൽത്താന്റെ കാലത്ത് ഓർത്തിരിക്കുക. പിന്നെ രാജ മാൻസിംഗ് ഓഫ് കോളിയാർ, ഓൾസോ വൺ ഓഫ് ദി ഫേമസ് മ്യൂസീഷ്യൻ ഇൻ ദാറ്റ് ടൈം. ഓക്കെ, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട മ്യൂസിക്കൽ വർക്കാണ് മാൻ കൗതുഹാൾ എന്ന് പറയുന്ന വർക്ക്. ദിസ് ഇസ് ദ CDS ക്വസ്റ്റ്യൻ ഈ വർഷത്തെ 2024. ഇത് 2024 അല്ലേ വർഷം അല്ലെ, 2024 ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ വർഷത്തെ ക്വസ്റ്റ്യൻ ആണത്, ചോദിക്കും. ഓക്കെ, അപ്പൊ അത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ, ഇവിടെ ആകെ 3 മ്യൂസീഷ്യൻസ് നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. വലിയൊരു ഡൽഹി സുൽത്താനില്ല, അപ്പൊ ചോദിച്ചൂടെ, അത്രേ ഉള്ളൂ. അമീർ ഖുസ്രുവിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. ഫാദർ ഓഫ് ഖവാലി, ഇൻവെന്റർ സിത്താർ, നമ്മൾ നേരത്തെ പറഞ്ഞു. ഡെഫിനറ്റ്ലി അദ്ദേഹം ഡിഫറെന്റ് രാഗാസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. ഹിന്ദുസ്ഥാനി മ്യൂസിക് ആണ് അദ്ദേഹത്തിന്റെ കാര്യം. ഇത്രയും കാര്യം നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റുമോ? ലൈല ആൻഡ് മജ്നു ഓർത്തിരിക്കാൻ പറ്റുമോ? അത് മതി. അതിനപ്പുറത്തേക്കൊന്നും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റത്തില്ല, ആർക്കും പഠിക്കാൻ പറ്റത്തില്ല. പഠിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊന്നും നമ്മൾ നോക്കരുത്. ഓക്കെ, ദിസ് ഇസ് ദി ഡൽഹി സുൽത്താനേറ്റ് സോഷ്യൽ, പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക്കൽ ആസ്പെക്ട്. സോഷ്യൽ ആസ്പെക്ടിൽ നമ്മൾ ലിറ്ററേച്ചറിന്റെ ഭാഗം കൂടി ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇതിനകത്ത് നമുക്കിനി ആർക്കിടെക്ചർ ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അത് ഞാൻ ആർക്കിടെക്ചർ സെപ്പറേറ്റ് ആയിട്ട് എടുത്തു തരാം.
എനിക്ക് തോന്നുന്നു ഞാൻ ആർക്കിടെക്ചർ ഓരോ ആൾക്കാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന്, അല്ലേ? ഞാൻ കുറെ ആൾക്കാർ വരുന്ന സമയത്ത് അവരുടെ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ആർക്കിടെക്ചർ പറഞ്ഞിട്ടില്ലേ? ഇൻ കേസ് നിങ്ങൾക്ക് മിസ്സായി കഴിഞ്ഞാലും ഞാനത് എടുത്തു തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഞാൻ ഓരോ ആൾക്കാർ ഇപ്പൊ ഗൽജി ആണെങ്കിലും അതേപോലെ തന്നെ മുത്തപ്പനാറിന്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞതല്ലേ ഓരോ പോർഷനിൽ. ഓക്കെ, അത്ര തന്നെയുള്ളൂ. അത് ഞാനൊന്ന് കൺസോൾട്ടേറ്റ് ചെയ്ത് തരാം. ഓക്കെ, ഇസ്ലാമിക് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞ കോൺസെപ്റ്റിന്റെ കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇത്രയും ഭാഗം നിങ്ങൾക്ക് ഓക്കെ ആണോ? എന്തെങ്കിലും സംശയം ഉണ്ടോ? ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഞാനിത് കഥകളൊക്കെ ഒഴിവാക്കിയതിന്റെ ഉദ്ദേശം ഞാൻ ഓൾറെഡി കഥയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. ഫൈൻ. എന്തെങ്കിലും ഡൗട്ട്? അജന്യ, ആതിര, UPSC ഫ്ലൈയോർ എന്ന് പറയുന്ന ക്ലിയർ അല്ലേ?